ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ സർവ്വമേഖലയിലും രഹസ്യമായും പരസ്യമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ അല്ലാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും ജീവിക്കണം, പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കണമെന്ന് എന്നോടും എൻ്റെ കുടുംബത്തോടും ഉണർത്തുന്നത് പോലെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാമിൽ നമസ്കാരത്തിന്റെ സ്ഥാനം അതിഗൗരവമാണ്. മുസ്ലിമാവുക എളുപ്പമാണ്. മുസ്ലിമായി ജീവിക്കലാണ് യഥാർത്ഥത്തിൽ ത്യാഗപരിശ്രമങ്ങൾക്ക് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഏതൊരാൾക്കും മുസ്ലിം കുടുംബത്തിൽ ജനിച്ചാൽ തന്നെ അവൻ മുസ്ലിമായി പരിഗണിക്കും.
അത് മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരാളെ കുറിച്ച് പിന്നെ ആരും മറ്റൊരു മതവിശ്വാസിയായിട്ട് ഗണിക്കാറില്ല. മുസ്ലിമായി എണ്ണുകയും മുസ്ലിമായി അംഗീകരിക്കുകയും മുസ്ലിം ആചാര കർമ്മപ്രകാരങ്ങളാണ് ജനനവും മരണവും അവന്റെ വിവാഹ കർമ്മങ്ങളൊക്കെ നടക്കുന്നത്. സത്യത്തിൽ മുസ്ലിമായി ജീവിക്കലാണ് ത്യാഗം എന്ന് പറയുന്നത്. മുസ്ലിമായി ജീവിക്കുക എന്ന് പറയുമ്പോൾ ഇസ്ലാമും അവന്റെ നമസ്കാരവും കൂടി വലിയ ബന്ധമുണ്ട് എന്നർത്ഥം. നമസ്കാരത്തിന് വീഴ്ച വരുമ്പോൾ അവൻ മുസ്ലിം കുടുംബത്തിൽ ജീവിച്ചതുകൊണ്ട് കാര്യമില്ല എന്നർത്ഥം. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ശ്രമകരമായ ഒരു സംഗതിയാണ് 5 നേരത്തെ നമസ്കാരം കൃത്യമായി മുറപ്രകാരം നിർവഹിച്ചു ജീവിക്കുക എന്നത് ത്യാഗം ചെയ്യേണ്ട കാര്യമാണ്. മുസ്ലിമാകുക എന്നതല്ല വിഷയം, മുസ്ലിമായി ജീവിക്കുക എന്നതാണ് വിഷയം. ഇഹപര വിജയം പരിശോധിക്കുമ്പോൾ പരലോകത്തിന്റെ വിജയമാണല്ലോ ഈ വിജയത്തെക്കാളും ഏറ്റവും അതിപ്രധാനമുള്ളത്. പരലോകത്തുള്ള വിജയം അളക്കുന്നത് ഈ ദുനിയാവിലെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലെ ഒന്നാമത്തെ കർമ്മമായ നമസ്കാരമാണ് ആദ്യം പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അതിന് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മറ്റ് കർമ്മങ്ങളിലൊക്കെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. അതിലെങ്ങാനും പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കി സർവ്വ അമലുകളിലും നമ്മൾ പരാജയപ്പെട്ടു. അതാണ് ഇസ്ലാമും അവരുടെ നമസ്കാരവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഇസ്ലാമിൽ നമസ്കാരം അതിപ്രധാനമായ ഒരു സംഗതിയാണ്. സുനദ് തുർമിദിയൊക്കെ ഉദ്ധരിച്ചത് അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ ഹുറൈറ പറയാണ്, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് അവിടുന്ന് കേട്ടത്? അബൂ ഹുറൈറ പറയാണ്, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തുഹു. ഖിയാമത്ത് നാളിൽ തന്റെ അടിമയുടെ കർമ്മങ്ങൾ ഒന്നാമതായി വിചാരണക്കെടുക്കുന്നത്, വിചാരണ ചെയ്യുന്നത് അവന്റെ അമലുകളിൽ നിന്ന് അവന്റെ നമസ്കാരത്തെയാണ്. ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നോമ്പ്, നമസ്കാരം, ഹജ്ജ്, ദിക്ർ, ദുആകൾ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന അങ്ങനെ അനേകം ഇബാദത്തുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് ഒന്നാമതായി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് അവന്റെ കർമ്മങ്ങളിൽ വെച്ച് അവന്റെ നമസ്കാരത്തെയാണ്. എന്നിട്ട് പറഞ്ഞു, ഫഇൻ സ്വലുഹത് ഫഖദ് അഫ്ലഹ വഅൻജഹ. അതെങ്ങാനും ആ നമസ്കാരം വന്നാലും നന്നായിട്ട് തീർന്നാൽ ഫഖദ് അഫ്ലഹ, അവൻ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. വഅൻജ, അവൻ രക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നു. പരലോകത്തെ വിജയപരാജയങ്ങളെ രക്ഷയും അതേപോലെ തന്നെ ഒരു വിജയം തീരുമാനിക്കുന്നത് അവന്റെ നമസ്കാരത്തിലാണ് ആദ്യം വിചാരണപ്പെടുത്തുന്നത്. വൈൻ ഫസദത്ത്, അതെങ്ങാനും ഫസാദായി കുഴപ്പത്തിലായി കഴിഞ്ഞാൽ ഫഖദ് ഖാബ വഖസറ, അവന് നഷ്ടവും പരാജയവുമായി തീർന്ന് അവനക്ക് നികത്താനാകാത്ത നഷ്ടപരാജയത്തിലായിത്തീരുകയാണ് നമസ്കാരം ഫസാദാവുന്നതോടുകൂടി. നമസ്കരിച്ചിട്ട് ഫസാദാകുന്ന നമസ്കാരങ്ങളുണ്ട്, നമസ്കരിക്കാതെ പരാജയപ്പെടുന്ന നഷ്ടത്തിലാകുന്ന ഒരു നഷ്ടമുണ്ട്. നമസ്കാരം തന്നെ ഇബാദത്തുകളിൽ നമസ്കാരം എടുത്തിട്ടും പരാജയപ്പെടുക, എടുക്കാതെയും പരാജയപ്പെടുക. എടുക്കാത്തവൻ പരാജയത്തിൽ തന്നെയാണ്. എടുത്തിട്ട് പരാജയപ്പെടുന്ന ആളുകളുമുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിക്കേണ്ടതുണ്ട് ഇന്നല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ. എന്നിട്ട് ഹദീസിന്റെ ബാക്കി പറഞ്ഞു, അവന്റെ ഫറളായ നമസ്കാരത്തിനും വല്ലതും എന്നാൽ കുറവ് സംഭവിക്കുകയാണെങ്കിൽ ഖാല റബ്ബു അസ്സ വജൽ, ജല്ല ജലാലായ അല്ലാഹു പറയും, രക്ഷിതാവ് പറയും, ഉൻദുറു ഹൽ ലിഅബ്ദി മിൻ തതവ്വുഇ, എന്റെ അടിമയുടെ സുന്നത്തായ കർമ്മങ്ങളിലേക്ക് നോക്കുകയെന്ന്.
സുന്നത്തായ നമസ്കാരത്തിലേക്ക് നോക്കുകയെന്ന്. നാളെ പരലോകത്ത് ഫർദിനെ എടുക്കുന്ന ആളുകൾക്ക്, എടുക്കാത്ത ആളുകൾക്കല്ലല്ലോ, എടുത്ത ആളുകൾക്ക് തന്നെ വല്ല കുറവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ ഫർദിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ സുന്നത്തിലേക്കൊന്ന് നോക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫയുകമ്മിലു ബിഹാ അൻഖസ മിനൽ ഫരീള, ഫറളായതിൽ കുറവ് വന്നത് ആ സുന്നത്ത് കൊണ്ട് പൂർത്തിയാക്കി. സുന്നത്തിന്റെ വില മനസ്സിലായി. എന്ത് മനസ്സിലായി? ഫറളിൽ കുറവ് വരുമെന്നും ഈ ഹദീസ് പഠിപ്പിക്കുന്നു. ആ കുറഞ്ഞത് പരിഹരിക്കാൻ നമ്മുടെ കയ്യിൽ സുന്നത്തായ നമസ്കാരങ്ങൾ വേണമെന്നും മനസ്സിലാകുന്നു. അപ്പം ഫറളിന്റെയും സുന്നത്തിന്റെയും ഗൗരവം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സുമ്മ യകൂനു സായിറു അമലിഹി അലാ ദാലിക, അപ്രകാരമാണ് അവന്റെ സർവ്വകർമ്മങ്ങൾ. നോമ്പാണെങ്കിൽ നോമ്പിന്റെ കുറവ് സുന്നത്തായ നോമ്പ് കൊണ്ട് പരിഗണിക്കപ്പെടുമെന്നർത്ഥം. ഹജ്ജ് ചെയ്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തഖ്വയായ പിന്നെയും ഹജ്ജ് ചെയ്താൽ ആ ഹജ്ജിന്റെ കുറവും പരിഗണിക്കപ്പെടും. ഫർളായ സക്കാത്തിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഐച്ഛികമായ ദാനധർമ്മങ്ങളിലൂടെ അത് പരിഹരിക്കപ്പെടും. അതാണ് പറഞ്ഞത് സുമ്മ യകൂനു സായിറു അമലിഹി അലാ ദാലിക, അവന്റെ സർവ്വകർമ്മങ്ങളും ഇതേ പ്രകാരമാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. സക്കാത്ത് കൊടുക്കുന്നവൻ സദക്കയും കൊടുക്കണമെന്നർത്ഥം. ഹജ്ജ് ചെയ്യുന്നവന് സാധിക്കുമെങ്കിൽ സുന്നത്തായ ഹജ്ജ് നിർവഹിക്കണം, ഉംറകൾ നിർവഹിക്കണം. അങ്ങനെ എല്ലാ സുന്നത്തുകളും ഇതുപോലെ നിർവഹിക്കണമെന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഉലമാക്കളും വിശദീകരിക്കുന്നു. അപ്പൊ നമ്മളുടെ ഫർളിന് തന്നെ പോരായ്മയാണ്, സുന്നത്തോട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ പരാജയത്തിലും നഷ്ടത്തിലും ആയിത്തീർന്നു. ദുനിയാവിലെ പരാജയം നമുക്ക് നികത്താൻ കഴിഞ്ഞേക്കാം, ആഖിറത്തിലെ പരാജയം നമുക്ക് അവിടെ ചെന്ന് നികത്താൻ കഴിയുകയില്ല. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഒരാൾ മുസ്ലിമായ എളുപ്പമുള്ള കാര്യമാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. മുസ്ലിമായി ജീവിക്കലാണ് പ്രയാസമെന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് ദഅവത്തിന് വേണ്ടി അയച്ചു. ആ സന്ദർഭത്തിൽ അവിടുന്ന് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇന്നക സയതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, താങ്കൾ പോകുന്നത് അഹ്ലുൽ കിതാബിൽപ്പെട്ട ഒരു വിഭാഗം ജനങ്ങളുടെ അടുത്തേക്കാണ്. ഫൈദാ ജിത്തും, അവിടെ എത്തിക്കഴിഞ്ഞാൽ, അങ്ങനെ താങ്കൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫദ്ഉഹും ഇലാ അൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആദ്യമായി താങ്കൾ അവരെ ക്ഷണിക്കണം, വിളിക്കണം. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന സാക്ഷ്യവചനത്തിലേക്ക് അവരെ ക്ഷണിക്കണം. ആദ്യമായി ക്ഷണിക്കേണ്ടത് മുസ്ലിമായിക്കൊള്ള എന്ന് പറയാം. ഇസ്ലാമിലേക്ക്, ആ ഷഹാദത്ത് കലിമയിലേക്ക് അവനെ ക്ഷണിക്കണം. വഅന്ന മുഹമ്മദൻ റസൂലുള്ള, രണ്ടാമത്തെ സാക്ഷ്യമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നിയോഗിച്ചയച്ച റസൂലാണ് എന്നതിനും അവന് സാക്ഷിയാകണം. ഈ രണ്ട് സാക്ഷ്യം അവർ അംഗീകരിക്കുകയാണെങ്കിൽ ഫഇൻഹും ത്വഉ ബിദാലിക, ഈ കാര്യത്തിൽ ഈ യമനിലുള്ള അഹ്ലു കിതാബുകാരെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ അനുസരിക്കുകയാണെങ്കിൽ ഫഅഖ്ബിർഹും അന്ന അല്ലാഹ ഖദ് ഫറള അലൈഹിം 5 സ്വലവാത്ത് ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ. രണ്ട് ഷഹാദത്ത് കലിമ യമനിലെ അഹ്ലു കിതാബുകാരെ അംഗീകരിച്ചു കഴിഞ്ഞാൽ, താങ്കളുടെ പ്രബോധനം സ്വീകരിച്ചു കഴിഞ്ഞാൽ, പിന്നീട് അവരോട് പറയണം, അവരോട് അറിയിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മേൽ ഫറളാക്കിയിട്ടുണ്ട് 5 സ്വലവാത്ത് ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ, രാവും പകലുമായി 5 നേരത്തെ നമസ്കാരം ഫറളാണ് അല്ലാഹു തീരുമാനിച്ചത്. അത് നിർവഹിക്കാതിരുന്നാൽ പിന്നെ ആദ്യം പറഞ്ഞ ഷഹാദത്ത് കലിമയ്ക്ക് ഉറപ്പില്ല, അതിലവനക്ക് സ്ഥാനമില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതും കൂടി
فإن طاعوا لك بذلك أخبرهم أن الله قد فرض عليهم صدقة تؤخذ من أغنيائهم فترد على فقرائهم. ഈ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അവർ താങ്കളെ അനുസരിക്കുകയാണെങ്കിൽ അവരോട് പിന്നെ പറയേണ്ട കാര്യം അന്നല്ലാഹു ഖദ് ഫറള അലൈഹിം സദഖത്തൻ, സകാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന കാര്യം അവരറിയിക്കണം. തൂഖദു മിൻ അഗ്നിയാഹിം, അവിടുത്തെ പണക്കാരിൽ നിന്ന് അത് പിടിച്ചെടുത്തിട്ട് ഫതുറദ്ദു അലാ ഫുഖറാഹിം, ആ യമനിലുള്ള പാവപ്പെട്ട ആളുകൾക്കൊക്കെ അത് കൊടുക്കണം. മനസ്സിലായല്ലോ? ഗൗരവമേറിയ വിഷയങ്ങളാണ്. അതിന്റെ നേരെ അർത്ഥത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് വിഷയം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഉണർത്തുകയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അംഗീകരിച്ച ആളുകളോട് രണ്ടാമതായി പറഞ്ഞത് 5 നേരം രാവും പകലുമായി നമസ്കരിക്കണമെന്നാണ്. അത് അംഗീകരിച്ചിട്ടില്ല, പിന്നെ സക്കാത്ത് കൊടുത്തിട്ട് കാര്യമില്ല, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. എന്നെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം ഉപേക്ഷിച്ചാൽ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? തോന്നണം, ഭയപ്പാട് വേണം. 5 നേരവും പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു മുസ്ലിം അവന്റെ ഈമാൻ. അതുകൊണ്ട് 5 സമയങ്ങൾ അല്ലാഹു വെച്ചത് വെറുതെ വെച്ചതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനമല്ല, 7 ആകാശത്തിൽ വെച്ച് തീരുമാനിച്ചതാണ് നമസ്കാരം. ബാക്കി കർമ്മങ്ങളൊക്കെ ഭൂമിയിൽ വെച്ചാണെങ്കിൽ നമസ്കാരം 7 ആകാശത്തിൽ വെച്ച് സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ടേൽപ്പിക്കുന്ന സംഗതിയാണ്. ഇസ്രാ മിഅ്റാജ് സംഭവം നമ്മൾ കേട്ട് പരിചയമുണ്ട്. ആ മിഅ്റാജിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പോയി. അവിടുന്ന് 50 വഖത്ത് നമസ്കാരവും വാങ്ങി തിരിച്ചു വരുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിലെത്തി. മൂസാ അലൈഹിസ്സലാം ചോദിച്ചു, മാദാ ഫറള റബ്ബുക അലാ ഉമ്മത്തിക, താങ്കളുടെ രക്ഷിതാവ് താങ്കളുടെ ഉമ്മത്തിന് എന്താണ് ഫറളാക്കിയത് എന്നാണ്. അവിടുന്ന് പറഞ്ഞു, ഫറള അലൈഹിം 50 സ്വലാത്ത്, എന്റെ ഉമ്മത്തിന് 50 വഖ്ത് നമസ്കാരം അല്ലാഹു ഫറളാക്കിയിട്ടുണ്ടെന്ന്. ഈ കൂട്ടത്തിന്, ഈ സന്ദർഭത്തിന് ചേർത്ത് നാം പഠിക്കേണ്ട വിഷയമാണ്. 50 വഖ്ത് നമസ്കാരമാണ് നമുക്ക് ഫറളെങ്കിൽ എടുത്തേ പറ്റൂ. ഉടനെ മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, റാജി റബ്ബക ഫഇന്ന ഉമ്മതക ലാ തുതീഖു ദാലിക, നീ നിന്റെ റബ്ബിന്റെ അടുത്തേക്ക് തിരിച്ചു പോകണം, നിന്റെ ഉമ്മത്തുകൾക്ക് അത് താങ്ങാൻ കഴിയില്ല. മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, മടങ്ങിപ്പോ റബ്ബിന്റെ അടുത്തേക്ക്, റബ്ബിനോട് പറയും നിന്റെ ഉമ്മത്തുകൾക്ക് അത് താങ്ങാൻ കഴിയില്ലാന്ന്. നബി പറയുകയാണ്, അങ്ങനെ ഞാൻ മടങ്ങി റബ്ബി എന്റെ രക്ഷിതാവിന്റെ അടുത്ത് അത് പകുതിയായി കുറച്ചു. പിന്നീട് വന്ന് മൂസാ അലൈഹിസ്സലാമിന്റെ അടുത്ത് മൂസാ അലൈഹിസ്സലാമിന്റെ അടുത്ത് തിരിച്ചു വരുമ്പോ പറഞ്ഞു, പകുതിയാക്കി കുറച്ചിട്ടുണ്ട് എന്ന്. മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, മുഹമ്മദ് നബിയെ താങ്കളുടെ ഉമ്മത്തിനത് താങ്ങാൻ കഴിയില്ല. വീണ്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ അടുത്തേക്ക് തിരിച്ചുപോയി. അങ്ങനെയാണ് ഫഖാല ഹിയ ഖംസുൻ, 5 വഖ്ത് നമസ്കാരമാക്കി ചുരുക്കി കൊടുത്തു. വഹിയ ഖംസൂൻ, അത് 50 5 നേരത്തെ നമസ്കരിക്കുന്നത് 50 നേരം നമസ്കരിച്ച പ്രതിഫലം നമുക്ക് ഉണ്ട്. ആണ് അതിലത്തെ ഗൗരവം. ഹദീസിന്റെ ബാക്കി പറഞ്ഞത് ഹിയ ഖംസുൻ, അത് 5 ആണെങ്കിൽ വഹിയ ഖംസൂൻ, അത് 50. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്ക് പറഞ്ഞു, ലാ യുബദ്ദിലുൽ ഖൗല ലദയ്യ, എന്റെ അടുത്ത് വാക്കുകൾ മാറ്റം വരുത്തുന്ന പണിയില്ല എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്. 50 എന്ന് പറഞ്ഞാൽ 50. 5 നമസ്കരിച്ചാൽ 50ന്റെ കൂലി കിട്ടും. 5 നേരം നമസ്കരിക്കുന്ന ഞാനും നിങ്ങളും 50 വഖ്ത് നമസ്കരിക്കാനാണ് വരുന്നത് എന്നുള്ള ബോധം നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എന്നെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ 5 അവത്തിൽ നിന്ന് ഒരവത്ത് നമ്മൾ ഒഴിവാക്കിയാൽ
45 കിട്ടുമെന്നാണ് വിചാരിച്ചതല്ല, 40 കിട്ടുമെന്നാണ് വിചാരിച്ചത്. ഒന്നും കിട്ടൂല എന്ന് മനസ്സിലാക്കണം. കാരണം 5 നമസ്കരിച്ചാലാണ് 50 കിട്ടുക. ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മൂസ അലൈഹിസ്സലാം വീണ്ടും പറഞ്ഞു, ഫറജഅതു ഇലാ മൂസ, ഞാൻ മൂസയുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. ഫഖാല, അപ്പോൾ മൂസ അലൈഹിസ്സലാം പറഞ്ഞു, റാജി റബ്ബിക, നീ വീണ്ടും മടക്കിപ്പോന്നു. 5 വന്നപ്പോൾ മൂസ അലൈഹിസ്സലാം വീണ്ടും പോകാൻ പറഞ്ഞു. ഇല്ലാതാക്കാനാണോ അത് ഒന്നാക്കി ചുരുക്കാനാണോ? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖുൽതു, ഞാൻ മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഖദ് ഇസ്തഹ്യയ്തു മിർ റബ്ബി, ഞാൻ എന്റെ റബ്ബിൽ നിന്ന് ലജ്ജിക്കുന്നു. ഇനി എനിക്ക് തിരിച്ചുപോയി റബ്ബിനോട് കുറച്ചു തരാൻ എനിക്ക് ആവശ്യപ്പെടാൻ നാണമാകുന്നു, ലജ്ജ തോന്നുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 സ്വീകരിച്ചു, ഉമ്മത്തുകൾക്ക് ഏൽപ്പിച്ചു. നാണമില്ലാത്ത നമുക്കത് സ്വീകരിക്കാൻ പ്രയാസം. അത് പൂർത്തിയാക്കാത്ത നമ്മൾ ഇത് മനസ്സിലാക്കുമ്പോൾ വിശ്വാസികളെ നമുക്ക് നാണമുണ്ടോ എന്ന് സ്വന്തം മനസ്സിനോട് ചോദിക്കണം. അള്ളാന്റെ റസൂല് നമുക്ക് 7-ാം ആകാശത്തിന് ഫറലായി 50 5 കുറച്ച് തന്നിട്ട് എത്ര പാടുപെട്ട് 5 കുറക്കണം. അത് ഈ ആയുസ് കാലഘട്ടത്തിലൊന്ന് മുറുകെ പിടിച്ച് ജീവിച്ചാൽ പരലോകത്ത് നഷ്ടപ്പെടാതെ രക്ഷപ്പെടാനുള്ള മാർഗം നമസ്കാരമാണ്. അവസാന നിമിഷം ഈ ലോകത്തുനിന്ന് വിട പറയുന്ന സന്ദർഭത്തിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സമൂഹത്തിന് നൽകാനുണ്ടായിരുന്ന വസിയ്യത്ത് അവിടുന്ന് ഇങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു അഹ്മദ് തിരിക്കുന്ന ഹദീസിൽ കാണുന്നു, കാനത്ത് ആമത്തു വസിയ്യ, മൊത്തത്തിലുള്ള ഒരു വസിയ്യത്താണ് ഈ സമൂഹത്തിന് മുഴുവൻ നൽകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഹളറഹുൽ മൗത്ത്, മരണം ആസന്നമായ സന്ദർഭത്തിൽ ഈ ലോകത്തുള്ള ലോകാവസാനം വരെയുള്ള മുസ്ലിമുകൾക്ക് നൽകുന്ന, ഇസ്ലാം അംഗീകരിച്ച് ജീവിക്കാൻ തയ്യാറുള്ള വിശ്വാസികൾക്ക് നൽകുന്ന ഒരു വസിയ്യത്താണ് അസ്സലാ. അവസാന നിമിഷം പറഞ്ഞിരുന്ന വാക്കാണ്, നമസ്കാരത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. അസ്സലാ, നമസ്കാരം. വമാ മലകത് ഐമാനുക്കും, നിങ്ങൾ എന്തൊക്കെ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ അതും നിങ്ങൾ സൂക്ഷിക്കണം. എനിക്കെന്തൊക്കെ ഉടമപ്പെടുത്താൻ അള്ളാഹു അവകാശം നൽകിയിട്ടുണ്ടോ, എന്റെ ഉടമസ്ഥതയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം. നമസ്കാരത്തോടൊപ്പം നമ്മുടെ ഉടമസ്ഥതയും അള്ളാഹു ചേർത്ത് പറഞ്ഞു. അടിമ സ്ത്രീകളായാലും വീടായാലും കച്ചവടമായാലും വാഹനമായാലും ഭാര്യയായാലും എന്തൊക്കെ നമ്മൾ ഉടമപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് അള്ളാഹു ഉടമപ്പെടുത്തി തന്നതാണ്. നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നത് പോലെ ഇതൊക്കെ മുറപ്രകാരം നിലനിർത്തണം. എന്തെല്ലാം പറയായിരുന്നു നമസ്കാരത്തിന്റെ ഒപ്പം? നോമ്പ് പറയായിരുന്നു, സക്കാത്ത് പറയായിരുന്നു. സക്കാത്ത് ഇഷ്ടം പോലെ പരിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തോടൊപ്പം ചേർക്കും. അവസാനത്തെ വസിയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത് വമാ മലകത് ഐമാനുക്കും, നിങ്ങൾ ഉടമപ്പെടുത്തിയതൊക്കെ കൃത്യമായി പാലിച്ചു കൊണ്ടുപോകണം. പരിശുദ്ധ ഖുർആൻ വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ, അമ്പിയാക്കളുടെ ചരിത്രം അല്ലാഹു മദ്ഹ് പറയുകയാണ് അമ്പിയാക്കളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ, ഇസ്മായിൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, ഓർക്കാൻ, സ്മരിക്കാൻ, വിവരിച്ചു കൊടുക്കാൻ. ഇന്നഹു കാന സ്വാദിഖൽ വാഅദ്, ഇസ്മായിൽ അലൈഹിസ്സലാം വാഗ്ദാനം പാലിക്കുന്നവനാണ്. വകാന റസൂലൻ നബിയ്യ, റസൂലും നബിയുമായിരുന്നു. വെറും റസൂലല്ല, അല്ല വെറും നബിയല്ല, അത് രണ്ടും കൂടിയുള്ള നബിയായിരുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം. എന്നിട്ട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? വകാന യൗമു അഹ്ലഹു ബിസ്സലാത്തി വസ്സക്കാത്ത്, ഇസ്മായിൽ അലൈഹിസ്സലാം തന്റെ കുടുംബത്തോട്, അഖിലുകാരോട്, നാട്ടുകാരോട്, വീട്ടുകാരോട് നമസ്കാരത്തെ കൊണ്ട് കൽപ്പിക്കുമായിരുന്നു, സക്കാത്ത് കൊണ്ടും കൽപ്പിക്കുമായിരുന്നു. വകാന ഇൻദ റബ്ബിഹി മർദിയ, അത് കാരണമാണ്
ഈ കുടുംബത്തോടും നമസ്കാരം കൊണ്ടും സക്കാത്ത് കൊണ്ടും നാട്ടുകാരോടും ധരിപ്പിക്കുമ്പോഴാണ് റബ്ബിന്റെ തൃപ്തി വാങ്ങാൻ കഴിഞ്ഞത്. തന്റെ രക്ഷിതാവിന്റെ അടുത്ത് ഇസ്മായിൽ അലൈഹിസ്സലാം തൃപ്തിപ്പെട്ടവനായിരുന്നു. അല്ലാഹു റാദിയായിരുന്നു, തൃപ്തിപ്പെട്ടിരുന്നു. വേണ്ടേ നമുക്ക് റബ്ബിന്റെ തൃപ്തി? മരണം ആസന്നമാകുന്ന സന്ദർഭത്തിൽ മലക്കുകളുടെ വാക്ക് പരിശുദ്ധ ഖുർആൻ പറയുന്നു, എന്നിട്ട് മടങ്ങിക്കോ, ആത്മാവിനെ വിട്ടു തന്നാളെ. എന്റെ റബ്ബിന്റെ തൃപ്തിയിലേക്ക്. നമസ്കാരമാണ് നമസ്കാരം മുറപ്രകാരം നിർവഹിക്കാൻ പറഞ്ഞ് എങ്ങനെയാണ് തൃപ്തി നേടാൻ കഴിയുക? നാലോത്തിന്റെ ബാങ്ക് നമ്മൾ കേൾക്കാറുള്ള സുബഹിന്റെ ബാങ്ക് ആരാ കേട്ടത്? ആരൊക്കെ ഉത്തരം പറയുന്ന സുബഹിക്ക്? ആലോചിക്കുക. ഇനി വേണ്ട, ഇത് നമസ്കാരം മുറപ്രകാരം നിലനിർത്തുന്നവരെ കുറിച്ച് അല്ലാഹു മദ്ഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കിയവരെ കുറിച്ച് അല്ലാഹു മോശമാക്കി പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ. എന്താ വാക്ക്? സൂറത്ത് മറിയമിൽ കാണാം. അവർക്ക് ശേഷം ഒരു വിഭാഗം വന്നു, അവർ നമസ്കാരം ഉപേക്ഷിച്ച് കളഞ്ഞു, പായാക്കി കളഞ്ഞു. പെടുവോ നമ്മളാ കൂട്ടത്തിൽ? അവർ പായാക്കി കളഞ്ഞു. ഇച്ഛകൾക്കനുസരിച്ച് ജീവിച്ചു. ഉറപ്പ് നമ്മളുടെ ദേഹത്തിന്റെ ആവശ്യമാണ്, ഇച്ഛയാണ്. കുറച്ചു നേരം മാറ്റിവെക്കാൻ സാധിച്ചില്ല. ബാങ്ക് വിളിക്കുമ്പോഴും മൊബൈൽ ഓഫാക്കാൻ നമുക്ക് സാധിച്ചില്ല, നമ്മുടെ ഇച്ഛയാണ്. കച്ചവടം തൊഴിലുകൾ മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചില്ല, നമ്മുടെ ഇച്ഛയാണ്. ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ടു. അപ്പോഴാണ് നമസ്കാരം ഒഴിവാക്കേണ്ടത്. ഫസൗഫ യൽഖൗന ഗയ്യ. അല്ലാഹു പറയാണ്, എന്നാലുണ്ടല്ലോ ഈ ചെയ്തതിന്റെ പാപഭാരം നിങ്ങൾ അനുഭവിച്ചേ തീരുള്ളൂ, കണ്ടെത്തുക തന്നെ ചെയ്യുന്നു. നിങ്ങൾക്ക് പേടിയുണ്ടോ? മദ്ഹ് പറഞ്ഞ അല്ലാഹു നമസ്കാരം ഉപേക്ഷിച്ചതിനെ കുറിച്ച് പറയുന്നു. ആ ഉപേക്ഷിച്ചതിന്റെ ഹേച്ഛകളെ പിൻപറ്റിയാണെങ്കിൽ നീ കാത്തിരുന്നോ അതിന്റെ അനന്തരഫലം നീ അനുഭവിക്കുമെന്ന്. വിശ്വാസികളെ, നമുക്കെല്ലാം പേടിയുണ്ട്. എന്നാലും നിസ്കരിക്കും ആളെ കാണുമ്പോൾ. നിസ്കരിക്കാൻ നിന്നാൽ മടിയനായി നമസ്കരിക്കും. അള്ളാനെ പറ്റിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരെ പറ്റി എന്താ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? ഇന്നൽ മുനാഫിഖീന യുഹാദിഊന അല്ലാഹ വഹുവ ഖാദിഊൻ. മുനാഫിക്കുകളെ വിചാരം എന്താ? ഞങ്ങൾ അള്ളാനെ പറ്റിക്കുകയാണെന്ന്. പള്ളിയിൽ കൊണ്ടുവരിക, ആൾക്കൂട്ടത്തിലൊക്കെ നിൽക്കുക. എന്ത് നിസ്കാരം? നിസ്കാരവുമായി അവരുമായി ഒരു ബന്ധവുമില്ല. വേറെന്തോ ലക്ഷ്യം വെച്ച് അവർ പള്ളിയിലേക്ക് തന്നെ വരുന്നത്. ഒന്നിരിക്കലെ പള്ളിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ പള്ളിയിലെ പോരായ്മകൾ ചുഴഞ്ഞന്വേഷിക്കാൻ. അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വരുന്നത് അള്ളാഹുവിന്റെ വിളിക്ക് ഞാൻ ഉത്തരം പറയാനും എന്റെ ആഹാരം രക്ഷപ്പെടാനുള്ള ഇബാദത്ത് പൂർത്തിയാക്കാനുള്ള നല്ല നെയ്യത്തോടുകൂടിയാവണം. മുനാഫിഖുകൾക്ക് അങ്ങനെ വരാൻ കഴിയുകയില്ല. അവരെ സംബന്ധിച്ചാ പറഞ്ഞത്, അവരെ മനസ്സിലുണ്ട് ഞങ്ങൾ അള്ളാനെ പറ്റിക്കുകയാണ്. പക്ഷെ അള്ള പറയുന്നു അവരെ തന്നെയാണ് പറ്റിക്കുന്നത്. ആ വാക്ക് എന്നിട്ട് പറഞ്ഞുണ്ടോ? ഇനി അങ്ങനെ അവർ നമസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ കാമു കുസാല, മടിയന്മാരായിക്കൊണ്ടാണ്. അറക്കാൻ കൊണ്ടുപോകണമായി പല പ്രയാസമുള്ള ഒരു പണിയേൽപ്പിക്കുന്നത് പോലെ വലിയ ഭാരമാണ് അവർക്ക് നമസ്കാരം. മടിയന്മാരായിക്കൊണ്ടാണ് അവർ നമസ്കരിക്കുന്നത്. പള്ളിയിലേക്ക് വേണ്ട, വീട്ടിലുള്ള കുട്ടികളെ, മാതാപിതാക്കള് മഗ്‌രിബും ഇശാവും കൂടി ഒന്നിച്ച് നീട്ടിക്കൊണ്ടുപോവുകയാണ്. ഇശാവും അസറും ളുഹറും കൂടി ഒന്നിച്ചു കൊണ്ടുപോകണം. മടി. മക്കളെ പിടിച്ചിട്ട് നമസ്കരിക്കാൻ അവരെ കിട്ടുന്നില്ല. കുട്ടികൾ മടിയുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത മാതാപിതാക്കൾ അവരും മടിയിലാണ്. നമസ്കാരത്തിന്റെ കാര്യമാണ് സൂചിപ്പിച്ചത്. ഇനി അവർ നമസ്കരിക്കുകയാണെങ്കിലും അവരാ നിസ്കാരം തന്നെ ജനങ്ങളെങ്ങനെ കാണിക്കുക? ഞങ്ങളും പള്ളി പോകുന്ന ആളുകളാണ്, ഞങ്ങളും നിസ്കാരക്കുപ്പായിട്ട് നിൽക്കുന്ന ആളുകളാണ്, ഞങ്ങളും നിസ്കാര പടക്കെ തിരിച്ചിട്ടുണ്ട് വരയില് എന്ന് ജനങ്ങളെ കാണിക്കാൻ നാലാളോട് പറയുമ്പോൾ ഞാൻ നമസ്കരിച്ചിട്ടില്ല എന്ന്. അത് ഓനക്കറിയാലോ, പിന്നെ മറ്റോൻ അറിയിക്കണം. അങ്ങനെ ഞാനൊരു നമസ്കാരക്കാരനാണെന്ന് അറിയിക്കുമാണ്. ജനങ്ങൾ അറിയിക്കാനും കാണിക്കാനും വേണ്ടി നമസ്കരിക്കും മുനാഫിക്കിനെ.
അല്ലാഹു പറഞ്ഞു വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. അവരൊക്കെ അല്ലാഹനെ കുറച്ച് മാത്രമേ ഓർക്കുന്നുള്ളൂ എന്നാണ്. ആ ഓർക്കൽ തന്നെ ആളെ കാണിക്കാനുള്ള ഓർക്കല. ഉള്ളുന്നൊരു ഓർമ്മ അവർക്ക് അല്ലാഹനെ കുറിച്ച് വരാനില്ല, വന്നിട്ടില്ല. അവർ കപട വിശ്വാസികളാണ്. ഇന്നൽ മുനാഫിഖീന ഫീ ദർകിൽ അസ്ഫലി മിനന്നാർ. കാഫിറുകളെക്കായും മറ്റു നരകത്തിന്റെ അവകാശികളെക്കായും താഴെ അറ്റത്തിൽ ആ മുനാഫിഖുകളാണ് എത്തിപ്പോവുക എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസായിൽ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമസ്കാരം ഗൗരവമുള്ള കാര്യമാണ്. എന്ത് തിരക്കിനിടയിലും ഒഴിവാക്കിയ നമസ്കാരത്തിന്റെ ഇടയിൽ മലക്കുൽ മൗത്ത് നമ്മളെ സമീപിക്കുകയില്ല എന്ന് നമുക്കൊരു ഗ്യാരന്റിയും തന്നിട്ടില്ല. അതിന്റെ മുമ്പ് സൂക്ഷിക്കുക. നമസ്കാരത്തെക്കുറിച്ച് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ യഥാർത്ഥത്തിൽ മുറപ്രകാരം അല്ലാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് നമസ്കാരം നിലനിർത്തി ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിച്ചു മരിക്കാനും അതിൽ ഉൾപ്പെടുവാനും അല്ലാഹുവിന്റെ തൗഫീഖ് നമുക്ക് നമ്മുടെ കുടുംബത്തിനും ഉണ്ടായിത്തീരുമാറാകട്ടെ. അതിനുവേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ശ്രമമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത് വിജയിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരിക. നമസ്കാരവും അടിമയും ഉടമയുമായി വലിയ ബന്ധമുണ്ട്. നമുക്ക് അല്ലാഹുവോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ നമസ്കരിക്കാൻ നിൽക്കണം. അല്ലാഹു എന്തെങ്കിലും നമ്മളോട് സംസാരിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ എടുത്ത് ഓതിയാൽ മതി. അല്ലാഹു നമ്മളോട് സംസാരിക്കുക. മനസ്സിലാണ്? നമുക്ക് അല്ലാഹുവോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നമസ്കരിക്കാൻ നിന്നാൽ മുനാജ നേരെ ചെവ്വ റബ്ബിനോട് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. എന്റെ കാര്യങ്ങൾ നമസ്കാരത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്നതിന്റെ ഉള്ളിലുള്ളതൊന്ന് പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി നോക്കിയാൽ ഞാനും നിങ്ങൾ എന്തൊക്കെ നമ്മളെ റബ്ബിനോട് ആവശ്യപ്പെടുന്നുണ്ട്, ആ ചോദിക്കുന്ന ആവശ്യത്തിനനുസരിച്ച് ഞാൻ നിങ്ങൾ നിലകൊണ്ടിട്ടുണ്ടോ? അബൂ ഹുറൈറ നിന്ന് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല മൻ സല്ല സ്വലാത്തൻ ലം യഖ്റഅ ഫീഹാ ബിഉമ്മിൽ ഖുർആൻ ഫഹിയ ഖിദാജ. ആരെങ്കിലും അവന്റെ നമസ്കാരത്തിൽ ഖുർആനായ ഫാത്തിഹത്തുൽ കിതാബ് പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ ബിഉമ്മിൽ ഖുർആൻ, ഖുർആനിന്റെ മാതാവ് എന്ന് അറിയപ്പെടുന്ന ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ ഫഹിയ ഖിദാജ്. ഖിദാജ് എന്ന് പറഞ്ഞാൽ ഐ ഖൈറു തമാം, ആ നമസ്കാരം പൂർത്തിയായിട്ടില്ല, പൂർണ്ണമല്ലാത്ത നമസ്കാരമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഖീല ലി അബീ ഹുറൈറ, അബീ ഹുറൈറയോട് ചോദിക്കപ്പെട്ടു, ഇന്നാ നഖൂലു വറാഅൽ ഇമാം, ഞങ്ങൾ ഇമാമിന്റെ പുറകിലാകുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ഓതാൻ പാടില്ല. ഇമാം ഓതുമ്പോൾ നമ്മൾ മിണ്ടാതെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ് ചോദ്യമാണ്. അവിടുന്ന് അബൂ ഹുറൈറ ഈ ചോദിച്ചാൾക്ക് മറുപടി കൊടുത്തു, ഇഖ്റ ബിഹാ ഫീ നഫ്സിക, ഇഖ്റ നീ ഓതി പാരായണം ചെയ്യ ആ ഫാത്തിഹത്തുൽ കിതാബ് ഫീ നഫ്സിക, നിന്റെ മനസ്സിൽ നീ ശബ്ദമുയർത്താതെ നിന്റെ നാവിനെ ചലിക്കുന്ന രീതിയിൽ ഇമാമിന്റെ ഓത്തിന് പ്രയാസമില്ലാതെ നീ ഫാത്തിഹ ഓതിയവനായി തീരണം എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് സ്വഹാബിയായ അബൂ ഹുറൈറയുടെ വാക്കുകളോട് ഇതിന് ചേർത്ത് മനസ്സിലാക്കുക. എന്നിട്ട് പറഞ്ഞു, അതിന് തെളിവ് അബൂ ഹുറൈറ, ഫഇന്നി സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു. ഇപ്പോൾ നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖസംതു സ്വലാത്ത ബൈനി വ ബൈന അബ്ദി നിസ്ഫൈൻ, നമസ്കാരം എനിക്കും എന്റെ അടിമക്കും രണ്ട് ഭാഗമായി ബാധിച്ചിട്ടുണ്ട് എന്ന്. ഒരു പകുതി അല്ലാഹു, ഒരു പകുതി നമുക്കും. റസൂലുള്ള പറയാണ്, ഖസംതു സ്വലാത്ത ബൈനി വ ബൈന അബ്ദി നിസ്ഫൈൻ, എന്നിട്ട് പറഞ്ഞു വലിയ അബ്ദി മാ സഅല, അടിമക്കടിമ ചോദിച്ചതുണ്ട് എന്ന്. എന്തൊക്കെ ചോദിച്ചു അല്ലാഹുവിനോട് നമസ്കാരത്തിൽ? എന്നിട്ട് പറഞ്ഞു
ഞാനും നിങ്ങളും പറഞ്ഞാൽ അല്ലാഹുവിന്റെ അടിമകളായി നിസ്കരിക്കുന്ന നമ്മൾ പറയുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൈകെട്ടിയിട്ട് നമ്മൾ പറയുന്ന സന്ദർഭത്തിൽ അതിന് മറുപടി റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. എന്താ അല്ലാഹ് പറയുന്നത്? ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നു. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് സലഫ് സ്വാലിഹുകൾ അതേപോലെ തന്നെ സ്വഹാബികളൊക്കെ ഫാത്തിഹ ഓതുമ്പോൾ അല്ലാഹുവിന്റെ മറുപടിക്ക് വേണ്ടി സമയം കൊടുക്കുമായിരുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നിട്ടൊരു സ്റ്റോപ്പ് ഇട്ടുകൊണ്ടായിരുന്നു അവർ ഫാത്തിഹ ഓതിയിരുന്നത്. എന്റെ റബ്ബിന് നമ്മളെ ഭാഷയിലാണ് ആ തീരുമാനം വന്നത്. അല്ലാഹുവിന്റെ മറുപടി എങ്ങനെ, സമയമെങ്ങനെ എന്ന് നമ്മളുമായി യോജിപ്പിക്കാൻ സാധ്യമല്ല. സഹാബികൾ അങ്ങനെ വരെ ഈ മറുപടിയിൽ പ്രതീക്ഷിച്ചിരുന്നു. ഹമിദനേ അബ്ദി, എന്നെ എന്റെ അടിമ സദാ സ്തുതിച്ചിരിക്കുന്നു. പിന്നെ പറയുന്നുണ്ട് അടിമ അർറഹ്മാനുർ റഹീം. അടിമ റഹ്മാനും റഹീമുമാണ് എന്ന് എന്നെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹുവിന്റെ മറുപടി അസ്ന അലയ്യ അബ്ദി, എന്നെ എന്റെ അടിമത പുകഴ്ത്തിയിരിക്കുന്നു. ആരെയാണ് നമുക്ക് പുകഴ്ത്താനുള്ളത്? ആരെയാണ് നമുക്ക് വാഴ്ത്താനുള്ളത്? നമ്മുടെ രക്ഷിതാവിന്. ആ രക്ഷിതാവിന്റെ മുന്നിൽ നിന്നിട്ട് നമ്മൾ എത്ര ഫാത്തിഹ ഓതി, നമ്മൾ വാഴ്ത്തി, നമ്മൾ പുകഴ്ത്തി, നമ്മൾ സ്തുതി പറഞ്ഞു. അടിമ പറഞ്ഞാൽ മാലിക് യൗമിദ്ദീൻ, അടിമ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ അല്ലാഹു അതിന് മറുപടി പറയുന്നു മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ അല്ലാഹുവിന്റെ മറുപടികളാണ്. ഉണ്ടോ? നമ്മൾ അങ്ങോട്ടും അഭിമുഖ സംഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നമസ്കാരം. ഇനി പറയുന്നത് അടിമ പറഞ്ഞാൽ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുമെന്ന്. ഇത് പറയുമ്പോൾ ഇത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണ്ടേ? അത് പറയുമ്പോൾ അല്ലാഹു പറയുന്നു ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇത് എനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ള കാര്യമാണ്. അള്ളാന്റെ മറുപടി എന്നിട്ട് പറഞ്ഞു വലി അബ്ദി മാ ശഅല, അടിമക്ക് അടിമ ചോദിച്ചതുകൊണ്ട് ഇനി അടിമ എന്താ ചോദിക്കുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടിമയുടെ ചോദ്യം അല്ലാഹു പറയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അള്ളാഹിനോട് നമ്മൾ ചോദിക്കാനുള്ളത് ഇത് പ്രകാരം നമ്മൾ ചോദിച്ചാൽ അടിമക്കടിമ ചോദിച്ചതുണ്ട് എന്നാ പറഞ്ഞാൽ നേരായ മാർഗത്തിൽ സഹാബികളും സത്യസന്ധന്മാരായ ശ്രോതാക്കളും സ്വാധീനങ്ങളും മുർസലീങ്ങളൊക്കെ സഞ്ചരിച്ച പാതയിൽ എന്നെ നീ നയിക്കണമെന്നാണ്. എന്നിട്ട് അവിടെ അവസാനിപ്പിച്ചില്ല. മോഹനും മുന്നിലുമായ വഴിപേച്ച കോപത്തിന് വിധേയമായ ആളുകളുടെ മാർഗത്തിൽ എന്നെ ആക്കല്ലേ. വഴിപേച്ച ആളുകളുണ്ട്, അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമായ ആളുകളുണ്ട്. അവരാരാണോ അവരുടെ മാർഗത്തിൽ നീ എന്നെ നയിക്കല്ലേ. ഖുലഫാഉർ റാഷിദീങ്ങളോട് സച്ചതിരായ സ്വാലിഹ്യങ്ങളോടൊക്കെ മാർഗത്തിൽ എന്നെ നയിക്കണേ. അള്ളാഹുവിന്റെ മറുപടി ഹാദാ ലി അബ്ദി വലി അബ്ദി മാ സഅല, ഇത് എന്റെ അടിമക്കുണ്ട്, അടിമ ചോദിച്ചത്. നമ്മൾ വഴിപിഴക്കാതിരിക്കാൻ, റബ്ബിന്റെ കോപത്തിന് വിധേയമാകാതിരിക്കാൻ, പരിപൂർണമായി വിശ്വാസിയായി ജീവിച്ചു മരിക്കാൻ നമസ്കാരം, നമ്മളും റബ്ബുമായുള്ള വലിയ ബന്ധം നമസ്കാരത്തിലുണ്ട്. ആരെങ്കിലും ഒരു നേരത്തെ നമസ്കാരം മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ റബ്ബുമായുള്ള ബന്ധത്തെ മാറ്റിവെച്ചു. അള്ളാഹു നമുക്ക് തരുന്നതൊന്നും അള്ളാഹ് മാറ്റിവെച്ചില്ല. ആത്മാവിനെ മാറ്റിവെച്ചില്ല. ശ്വാസം കഴിക്കാനും ഭക്ഷണം നൽകാനും മക്കളെ തരാനും ജോലി തരാനും കാശി തരാനും വീട് തരാനും ഒന്നും നമ്മൾ മാറ്റിവെച്ചില്ല. അള്ളാഹു നൽകുന്നത് നമ്മൾ മാറ്റിവെച്ചു. വിശ്വാസികളെ, നമസ്കാരത്തിന്റെ ഗൗരവം അതിഭയങ്കരമാണ്. അത് നമ്മൾ തെറ്റിച്ചാൽ ആഖിറത്തിൽ നഷ്ടത്തിലും പരാജയത്തിലുമാണ്.
ഒന്നാമത്തെ വിചാരണ നമസ്കാരമാണ്. അതിൽ വിജയിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും വന്നുപോയ നമസ്കാരത്തിലെ സർവ്വ പിഴവുകളും പൂർത്തിയാക്കി മുന്നോട്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആരോഗ്യം ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ രോഗിയായി കിടക്കുന്നവർക്കുള്ള ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ വിട്ട് വേർപെട്ടുപോയ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും അവരെയും നമ്മെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اصرف لنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله تعالى وسلم على خير خلق محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، سلام على المرسلين، والحمد لله رب العالمين.